ഒരു സ്ഥാപനം ഉണ്ടല്ലോ, നമ്മൾ വളർത്തി വലുതാക്കി പന്തലിപ്പിക്കുന്ന അതിൻ്റെതായ എഫേർട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിരവധി നമ്മളെ ഓൺലൈൻ മാധ്യമങ്ങളിലും അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിലൊക്കെ നമ്മളെ അടൂരുള്ള ഒലിവിയ ഡിസൈൻസിനെ കുറിച്ചിട്ട് പരമാവധി താത്തിക്കെട്ടി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. സംഭവം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? കാരണം ഒരു സ്ഥാപനം ഞാനും ഒരു സ്ഥാപനം നടത്തുന്നൊരു വ്യക്തിയാണ്. കാരണം സ്ഥാപനം നടത്തി അത് വളർത്തി വലുതാക്കണം, അതിൻ്റെതായ എഫേർട്ട് കാര്യങ്ങളുണ്ട്. ഞാൻ അവരെ ഭാഗം പറയില്ല, സ്റ്റാഫിൻ്റെ ഭാഗം പറയില്ല, മറ്റുള്ളവരെ ഭാഗം പറയില്ല. കാരണം ഒരുപാട് പേര് ഇൻ്റർവ്യൂ എടുത്ത് ആ കാര്യങ്ങൾ ഇങ്ങനെ നശിപ്പിക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ പേരോ എന്തോ ആയിക്കോട്ടെ, അവർക്ക് തന്നെ റീച്ച് കൂടുകയും ചെയ്യുന്നുണ്ട്. അതൊരു പ്ലസ് പോയിൻ്റ് കൂടിയാണ് കേട്ടോ. അതുപോലെ മറ്റുള്ള ഒലിവിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് അറിയാത്തവരിലേക്ക് കൂടിയും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് റീച്ചാക്കി മാറ്റി എന്നുള്ള വേറൊരു സത്യാവസ്ഥ. ഈ ഒലിവിയൻ്റെ ഓണർമാർ അത് ചെയ്തിട്ടുണ്ടോ തെറ്റാണോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണ് അത് പരാമർശിക്കുക. ഒരു കാര്യം, ഈ ഒരു സ്ഥാപനം നടത്തുന്നത് അതിൻ്റെതായ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. അവർ തെറ്റിയതിൻ്റെ അവർ തീർച്ചയായിട്ടും അനുഭവിക്കണം. അത് ഞാനും അതിൻ്റെ ന്യായത്തിൻ്റെ കൂടെയാണ് ഞാനുള്ളത്. അപ്പോൾ ഒലിവിനെ കുറിച്ചിട്ട് പറയുന്നവർ ഈ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ട് ഓണറിനെ കുറിച്ച് പരാമർശം പറയുന്നത് അങ്ങോട്ട് വെച്ചിട്ട് ഫോണും പിടിച്ച് തെക്ക് വടക്ക് നടന്നിട്ട് എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം ആ സ്ഥാപനം സത്യസന്ധമായി നടക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളർന്ന് അത് അവരെ കഴിവുകൾ മാത്രമാണ്. അത് മനസ്സിലാക്കുക. അവൻ്റെ ഒരു സമൂഹത്തിൽ ഒരാളത്തെ മേത്തൊക്കെ അങ്ങോട്ട് അടിച്ച് കയറി ആര് കയറിയല്ലേ. കാരണം എൻ്റെ അടുത്തും സ്റ്റാഫുകളുണ്ട്, ഒരുപാട് സ്റ്റാഫിൻ്റെ ലേഡീസ് സ്റ്റാഫുകളാണ് എൻ്റെ കൂടെയും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ഓണർ ഭാഗത്തുനിന്ന് വന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ സ്ഥാപനത്തിലെ പിള്ളേരോട് വേണം നിങ്ങൾക്ക് ചോദിക്കുക, എപ്പം വന്നാലും ചോദിക്കുക, ഡീറ്റെയിൽസ് കമൻറ്റ് ചെയ്ത് കാണാൻ ഞാൻ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഞാൻ അവരെ കണക്ട് ചെയ്ത് ആർക്ക് വേണമെങ്കിലും നമ്മളെ അടുത്ത് വന്ന് ചോദിക്കുക എന്തെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ പിള്ളേർക്ക് എന്താ ബുദ്ധിമുട്ട്. അപ്പോൾ ഓരോ സ്ഥാപനത്തിലും മാക്സിമം കെയർ ചെയ്തിട്ടായിരിക്കും പിള്ളേരെ ഓണർമാരെ കൊണ്ടുപോകുക. കാരണം പിള്ളേർക്ക് ഫ്രീഡം കൊടുത്ത് വളർത്തിയാൽ മാത്രമേ ഉള്ളൂ ഓണറും വളരും പിള്ളേരും വളരും. അല്ലാതെ ആരെയും ബുദ്ധിമുട്ട് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് അവരെ മാത്രം പരാമർശിച്ചുകൊണ്ട് അവരുടെ അടുത്ത് പോയി എന്താ പറയുക കണ്ടുപിടിച്ച് ന്യായ നടപടികൾ എടുക്കണം. കാരണം എന്താ പറയുക, പിന്നെ അങ്ങോട്ട് വീഡിയോ ഇട്ടിട്ട് ഒലിവിയ ഡിസൈൻസിന് മാത്രമേ ഗുണമുള്ളൂ. അത് നിങ്ങൾ ഓരോ വ്ളോഗർമാരും മനസ്സിലാക്കട്ടോ. അപ്പോൾ തെറ്റോ ശരിയോ ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളി. പിന്നെ ആരെങ്കിലും ഓടിച്ചാടി വന്ന് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഷെയർ ചെയ്യും വേണ്ട. ഓക്കെ.